അതെന്തായാലും നല്ലതമ്മ. സെമീറ നല്ല കുട്ടിയാ. പിന്നെ ഒന്നാമത് എനിക്ക് കുടുംബത്തിന്ന് കല്യാണം വേണ്ട, ശരിയാവൂല. കുടുംബത്തിന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതും കുടുംബം തന്നെ അല്ല ആയിട്ട് വരിക. എന്തായാലും നിങ്ങളെ അനിയത്തിയുടെ മോളല്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ഓളോട് പറയാ? ഞാൻ കൊറേ മുന്നേ ഓളോട് പറഞ്ഞീന്ന് അന്നെ കൊണ്ട് കല്യാണം കേൾപ്പിക്കാന്ന്. ഇനിയിപ്പോ മറ്റേ പെണ്ണിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളാ പെണ്ണിനെ വെച്ചേക്കൂല. അത്ര ഈറയാണ് ഓൾക്ക് ആദ്യം ആ കുട്ടിനെ. ഇത് പറഞ്ഞത് ശരി തന്നെയാണ്, നല്ല സ്വഭാവമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എന്നാലും ഇല്ലമ്മ, നിങ്ങൾ അവിടെ പോയിട്ട് സംസാരിച്ചാൽ മാത്രം മതി. നല്ല കുട്ടിയാണ് ഓള്. എന്തായാലും നമുക്ക് നാളൊന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, എന്നിട്ട് കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ എന്താണ് ഓളെ അഭിപ്രായച്ചാല്, ഓളെ അഭിപ്രായം അല്ല ഇപ്പൊ ആ കാര്യത്തില് നോക്കുക, ഓന്റെ അഭിപ്രായമാണ് ഓളെ മാപ്പിളുടെ. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇനിയിപ്പൊ എന്തൊക്കെ ഇനി ആയി തീരാന്നൊന്നും പറയാൻ പറ്റൂല. ഓള് ഇനി എന്തൊക്കെയാ പറയാന്നും പറയാൻ പറ്റൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും കോള ഭയങ്കര ഇഷ്ടാ. പോയി നോക്കാം. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നിട്ടാ മതി, ഏത് പെണ്ണായാലും വേണ്ടിയില്ല. ഇതൊന്ന് സമ്മതിച്ച് കിട്ടിയാ മതി. ഇത്രയും കാലം ഓളോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരാളോടും പറയാതെ നടന്നിരുന്നത്. നന്നേ ഉറപ്പിച്ചിട്ടീന്ന്. എന്നപ്പൊ ഇപ്പൊ തന്നെ കല്യാണം നടത്തി നീ വരവില്. ഇനിയിപ്പൊ ഉറപ്പിക്കണം, കല്യാണം കഴിക്കണം, എന്നിട്ട് ഇനി പോകുമ്പോ ഇതിന് സമയം പിടിക്കും. എന്തായാലും ഇനിയിപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. നാളെ എന്തായാലും നമുക്കൊന്ന് അവിടെ ഒന്ന് പോയി നോക്കാം. പോവാ. ഇനിയിപ്പൊ എന്തൊക്കെയാ ഇനി പോണ് പറയണ പിന്നെ. കാക്കാന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. അതാടി ഞാന് നിങ്ങൾ ഇനി ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ പോയിട്ടേ ഓലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാളി. സെമീർ ആവുമ്പോ ഉമ്മ നല്ലപോലെ നിന്നോളും. നല്ല സ്വഭാവമാണ്. ഓൾക്ക് ഒരാളൊക്കെ കാണുമ്പോ എന്ത് ഇഷ്ടാന്നറിയോ? എന്റെ മൂത്തമ്മാനെയാണ് എനിക്ക് പേടി. മൂത്തമ്മ പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, അതും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. എന്തായാലും സെമീറാന്റെ ഉപ്പാനോട് പറഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ. നിങ്ങളതൊന്നും വിഷയാക്കണ്ട, നമുക്ക് സംസാരിക്കാം. ഇനിയിപ്പോ പറയല്ലാതെ നിവർത്തില്ലല്ലോ. ഓൻ പറഞ്ഞത് ചെയ്യുന്നേ. കുറച്ച് വായിലാവും കൂടുതലാണ്. അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കും ഇട്ടിട്ട്. ആ ഉമ്മാന്റെ അല്ലേ മകള്. സെമീറയുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കൂടി കടന്നു വരുന്നു.